ബിഗ് ബോസിൽ എന്തായാലും ഈ ആഴ്ചയിലും അവിടുത്തെ മത്സരാർത്ഥികളുടെ സാലറിയിൽ കാര്യമായ മാറ്റങ്ങൾ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ ആഴ്ച 3 ആൾക്കാരാണ് എന്തായാലും എവിക്റ്റ് ആയത്, എലിമിനേറ്റ് ആയി എന്തായാലും പുറത്തേക്ക് പോയത്. അപ്പൊ ഈ പറയുന്ന അപ്പാനിച്ചെടുത്ത്, രേണുസുതി, ശൈത്യ എന്ന് പറയുന്ന 3 പേരാണ് എന്തായാലും എലിമിനേറ്റ് ആയത്. അപ്പൊ ഈ എലിമിനേറ്റ് ആയി പോയവരുടെ ബേസിക് സാലറി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ നല്ല രീതിയിൽ കളിക്കുന്ന മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു ഇൻസെന്റീവ് പോലെ ഈ പറയുന്ന ബേസിക് സാലറിക്ക് പുറമെ എന്തായാലും ആഡ് ആയി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് സാലറിയും കാര്യങ്ങളൊക്കെ മാറുന്നത് എന്നുള്ള നമ്മൾ ഇതിനു മുന്നേയുള്ള വീഡിയോസിനകത്തും സംസാരിച്ചുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുന്നുള്ള വീഡിയോസിനകത്ത്. ഈ വീഡിയോയിലും അവസാനം ഞാൻ അതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊന്ന് സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എലിമിനേറ്റ് ആയിപ്പോ ഈ 3 ആൾക്കാരുടെ ബേസിക് സാലറി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന അപ്പാനിശരത്തിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് വീക്കിലി 50,000 രൂപ, ഒരാഴ്ചയിൽ 50,000 രൂപ എന്നുള്ള ഇതിലാണ് ഈ പറയുന്ന അപ്പാനിശരത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ രേണുസുതിക്കാണെന്നുണ്ടെങ്കിലും ഒരാഴ്ച 50,000 രൂപ എന്നുള്ള രീതിയിൽ തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം ശൈത്യക്ക് ഒരാഴ്ച 25,000 രൂപ എന്നുള്ള ഇതിലെന്നെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ബേസിക് സാലറീസ് ഒക്കെ എടുത്തിട്ട് ഓരോ ആഴ്ചയിലും നല്ല രീതിയിൽ കളിക്കുന്നത് ആരാണെന്നുള്ള ഇതിൽ നോക്കിയിട്ട് അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഇതിലാണ് ഈ പറയുന്ന സാലറിയും കാര്യങ്ങളും എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരേ വീക്കിലിയാണ് ഇവരുടെ സാലറീസ് എന്തായാലും മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിലും ഇതിന് മുന്നുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാൽ ഒരു കയറുന്ന സമയം ഇവർക്ക് കൊടുക്കുന്ന ഒരു ബേസിക് സാലറി ഉണ്ടല്ലോ, ഒരു ബേസ് സാലറി വീക്കിലി ഇത്ര എമൗണ്ട് എന്നുള്ള ഇതിൽ അത് ഇവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഇവരുടെ ഫെയിം അങ്ങനെ പല കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഈ പറയുന്ന ബേസിക് സാലറി എന്നാലും ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന മറ്റ് മത്സരാർത്ഥികൾ, ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് എത്ര വെച്ചാണ് ആഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ എങ്ങനെയൊക്കെയാണ് ഈ വീക്കിൽ എന്തായാലും മാറിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ നോക്കി തന്നെ ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നോക്കിയാണെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറിയ മസ്താനിയുടെ ബേസിക് സാലറി വീക്കിലി 35,000 രൂപ എന്നുള്ള രീതിയിലായിരുന്നു. അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം ജിഷന്റെ വീക്കിലി ബേസിക് സാലറി എന്ന് പറയുന്നത് 30,000 ആയിരുന്നു. അതിനകത്തൊരു 10,000 കൂടി എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ 40,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും ഇപ്പൊ മാറിയിട്ടുണ്ട്. പിന്നെ സാബുമാന്റെ ബേസിക് സാലറി 20,000 ആയിരുന്നു. അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മിയുടെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ വീക്കിലി 30,000 രൂപ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഒരു 20,000 കൂടി അഡീഷണലി ആഡ് ആയിട്ട് 50,000 രൂപ വീക്കിലി എന്നുള്ള ഇതിലൊക്കെ എന്തായാലും മാറിയിട്ടുണ്ട്. കാര്യം വേദലക്ഷ്മി വെറുതെ ചുമ്മാ ഇരിക്കുന്നല്ല, അതായത് ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടായി കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന സ്ക്രീൻ സ്പേസ് ഒരുപാട് പിടിച്ചെടുക്കാൻ വേദലക്ഷ്മിക്ക് പറ്റുന്നുണ്ട്. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നല്ല രീതിയിൽ എന്നുള്ളത് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു 20,000 കൂടി അഡീഷണലി കയറിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ആഴ്ചയിൽ 50,000 രൂപ എന്നുള്ള രീതിയിൽ എന്തായാലും വേദലക്ഷ്മിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് പ്രവീണാണ്. പ്രവീണിന്റെ ബേസിക് സാലറി 25,000 ആയിരുന്നു. അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും എന്തായാലും വന്നിട്ടില്ല. പിന്നെ ഷാനവാസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 50,000 ആയിരുന്നു. പിന്നെ 10,000 ഓൾറെഡി നേരത്തെ ആഡ് ആയിരുന്നു, ഒരു 60,000 ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു 5,000 പോയിരുന്നു, 55,000. ഇപ്പൊ എന്തായാലും ഒരു 5,000 കൂടി ആഡ് ആയിട്ട് 60,000 രൂപ പെർ വീക്ക്, ഒരാഴ്ചയിൽ 60,000 രൂപ എന്നുള്ള ഇതിന് എന്തായാലും ഷാനവാസിന് എന്തായാലും ലഭിക്കുന്നുണ്ട്. പിന്നെ അനീഷിനാണ്. അനീഷിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. അതിനകത്ത് ഓൾറെഡി 15,000 ഫസ്റ്റ് ടൈമിലെ ആഡ് ആയിരുന്നു. അപ്പോൾ 40,000 ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ കിട്ടിയിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 5,000 ആഡായി 45,000 എന്നുള്ള ഇതിൽ മാറിയിരുന്നു. പിന്നെ ഒരു 5 കൂടി ആഡായി 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ കിട്ടിയിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു 10,000 കൂടി ആഡായി 60,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിലാണ് എന്തായാലും അനീഷ് ഇപ്പോൾ എന്തായാലും അവിടെ നിന്ന് സാലറി മേടിക്കുന്നത്. പിന്നെ ഉണീൽസാമോൾ, അദ്ദേഹത്തിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. അതിനകത്ത് ഓൾറെഡി ഫസ്റ്റ് ഒരു 5,000 ആഡായിട്ട് ഒരു 30,000 രൂപ വീക്കിലി എന്നുള്ള ഇതിൽ എന്തായാലും മാറിയിരുന്നു. പിന്നെ ഈ പറയുന്ന 5,000 ഓൾറെഡി പോയിട്ട് പിന്നെ തിരിച്ച് ബേസ് 25,000 എന്നുള്ള ഇതിൽ തന്നെ എന്തായാലും മാറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അടുത്ത ആര്യനാണ്. അദ്ദേഹത്തിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് 35,000 ആയിരുന്നു. അതിനകത്ത് ഒരു 5,000 ആദ്യമേ ആഡായി ഒരു 40,000 രൂപ വീക്കിലി എന്നുള്ള ഇതിൽ ലഭിച്ചിരുന്നു. പിന്നെ അതിനുശേഷം ഉള്ള ഒരാഴ്ചയും ഒരു 10,000 ആഡായി 50,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിലേക്ക് മാറിയിരുന്നു. പിന്നെ ഒരു 5,000 പോയി 45,000 എന്നുള്ള ഇതിലേക്ക് എന്തായാലും മാറിയിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു 5 മണിക്ക് കയറിട്ട് എന്തായാലും ഒരു 50,000 രൂപ ആഴ്ചയിൽ എന്നുള്ള ഇതിൽ എന്തായാലും ആര്യനും ശമ്പളം ലഭിക്കുന്നുണ്ട്. അടുത്ത ജിസയിലാണ്. ജിസയിലെ ബേസിക് സാലറി എന്ന് പറയുന്നത് ആഴ്ചയിൽ 40,000 രൂപ എന്നുള്ള ഇതിലായിരുന്നു. അടുത്ത ആദ്യമേ ഒരു 15,000 കയറി 55,000 രൂപ എന്നുള്ള ഇതിലേക്ക് എന്തായാലും മാറിയിരുന്നതാണ് ആഴ്ചയിൽ. പിന്നെ അതിനുശേഷം ഒരു 5,000 കൂടി ആഡായി 60,000 രൂപ വീക്കിലി എന്നുള്ള ഇതിൽ മാറിയിരുന്നു. ഇപ്പൊ ഒരു 5 കൂടി ആഡായിട്ട് 65,000 രൂപയാണ് ഒരാഴ്ച ജിസയിൽ എന്തായാലും ബിഗ് ബോസ് ഹൗസ് സീസൺ 7 മലയാളത്തിൽ നിന്നെല്ലാം കിട്ടുന്നത്. പിന്നെ രന ഫാത്തിമയാണ്. രന ഫാത്തിമയുടെ ബേസ് സാലറി എന്ന് പറയുന്നത് ആഴ്ചയിൽ 30,000 രൂപ എന്നുള്ള ഇതിലാണ് ഒരു ബേസിക് സാലറി. അതിനകത്ത് 5 ആദ്യമേ ആഡായി 35,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിൽ കിട്ടിയിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 5 പോയി തിരിച്ച് 30,000 രൂപ വീക്കിലി എന്നുള്ള ഇതിൽ കിട്ടിയിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 5 കൂടി ആഡായിട്ട് 35,000 രൂപ എന്നുള്ള രീതിയിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട്. നെവിനാണ്. അദ്ദേഹത്തിന് ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ട് അവസാനം 35 വരെ വന്ന് നിന്നിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു 10 കൂടി ആഡായിട്ട് 45,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ എന്തായാലും നെവിന് ഇപ്പൊ സാലറി ലഭിക്കുന്നുണ്ട്. അടുത്ത അനുമോളാണ്. അനുമോൾ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരാളാണ്, അതായത് സാലറി ബേസ്. അതായത് ബേസിക് സാലറി 50,000 ആയിരുന്നു. പിന്നെ അതിന് തന്നെ ആദ്യമേ 5,000 ആടായി 55,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ എന്തായാലും മാറിയിരുന്നു. പിന്നെ അതിനുശേഷമുള്ള ഒരു വീക്കിൽ ഒരു 15,000 കൂടി ആഡായിട്ട് ഒരു 70,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിലേക്ക് എന്തായാലും മാറിയിരുന്നു. പിന്നെ
പിന്നെ അതിനുശേഷം ഒരു 5 കൂടി ആഡായിട്ട് 75 എന്നുള്ള രീതിയിൽ മാറിയിരുന്നു. അതിനുശേഷം ഇപ്പൊ അവസാനം ഒരു 15 കൂടി ആഡായിട്ട് ഒരു 90 എന്നുള്ള രീതിയിലേക്ക് എന്നാലും മാറിയിട്ടുണ്ട്. അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും സീസൺ 7 മലയാളത്തിനകത്ത് എന്നാലും വേറെ ആരും ഇപ്പൊ നിലവിൽ മേടിക്കുന്നില്ല. എന്നാലും അക്ബറാണ്, അദ്ദേഹത്തിന് ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 30,000 ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ആഴ്ചകൾത്തോറും മാറ്റങ്ങളൊക്കെ വന്നു വന്ന് അവസാനം 55,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും അക്ബർ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും ഒരു 20,000 കൂടി ആഡായിട്ട് എന്തായാലും 75,000 രൂപയാണ് അക്ബറിന് ഒരു വീക്കിലി ബിഗ് ബോസ് എന്തായാലും അക്ബറിന് കൊടുക്കുന്നത്. അടുത്ത അഭിലാഷ് അഭിച്ചിട്ടാണ്, അദ്ദേഹത്തിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് വീക്കിലി 20,000 ആയിരുന്നു. അതും ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വന്നു വന്ന് ഏറ്റവും അവസാനം 30,000 രൂപ വരെ എന്നാലും വന്നിരുന്നതാണ്. ഇപ്പൊ ഒരു 10 കൂടി ആഡ് ആയിട്ട് എന്നാലും ആഴ്ചയിൽ 40,000 രൂപ എന്നുള്ള രീതിയിൽ അഭിലാഷ് അഭിച്ചിയുടെ സാലറിയും വന്നെത്തിയിട്ടുണ്ട്. അടുത്ത് ആദിലാനൂറാണ്, അവരൊരു ബേസ് സാലറി 50 ആയിരുന്നു, ഒരു 10 കൂടി ആഡ് ആയിട്ട് 60,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും അവരും സ്വന്തമാക്കുന്നുണ്ട്. സോ അപ്പൊ എന്നാലും ഈ ഡാറ്റാസ് ഒക്കെ ശരിയാണോ, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ ചാനൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ അറിയാം. ഇത്തരത്തിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എന്തായാലും പുറത്തു വിടുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും നമ്മളെ ചാനലിലൂടെ ഇത്തരത്തിൽ പുറത്തു വിട്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന രേണുസുതി പുറത്തേക്ക് പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ശൈത്യയുടെ എലിമിനേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെവിൻ എന്തായാലും അന്നൊരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഷോർട്സ് ഇറക്കും നമ്മളെ ചാനലത്ത് ഇട്ടിട്ടുള്ളതാണ്, അവൈലബിൾ ആണ് വീഡിയോസ് ഒക്കെ ഇപ്പോഴും. സോ ആ വീഡിയോ ഒക്കെ എപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഡാറ്റാസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്ത് വിടുന്നതിന് മുന്നേ അവിടുത്തെ ഡാറ്റാസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവാറുണ്ടെങ്കിൽ പുറത്തേക്ക് വരാറുണ്ട്. സോ അപ്പൊ ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കുന്നത്. അതിനകത്ത് തന്നെ പല കാര്യങ്ങളും ഈ പറയുന്ന ഒരു 90% കാര്യങ്ങളും നമ്മൾ പറയുന്നത് ശരിയാവാറുണ്ട്, അതവിടെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊന്നും 100% ശരിയുള്ള ഡാറ്റയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാവുന്നതാണ്. കാര്യം ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് പുറത്തു വിടുന്നതാണ്.